പോലുണ്ട്. ഇറങ്ങുന്നുണ്ടോ വീട്ടിൽ അവിടെ ആരും വരും. ഹായ് എവരിവൺ, ദിസ് ഈസ് മിലൻ. ഇന്ന് നമ്മളൊരു RC ക്രൗളിങ് കം കുക്കിംഗ് എല്ലാം ഉണ്ട്, എല്ലാം കൂടെ ഉള്ളൊരു ട്രിപ്പാണ്. നമ്മുടെ ബെന്നേറുകട്ട സൈഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ചുമ്മാ വിട്ടേക്കാം. ഇനി ഇതിനകത്ത് എവിടെ വെക്ക്? നമ്മൾ മാഗി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം മാഗിയുടെ കൂടെ കുറച്ച് മുട്ടയും സാധനങ്ങളും വാങ്ങിക്കുകയാണ്. അല്ലേ, സാധനം കിട്ടിയോ? വെള്ളം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ തപ്പിപ്പിടിച്ച ലൊക്കേഷൻ. അവിടെ മെയിൻ റോഡ്, ഇവിടെ കുറച്ച് ഓഫ് റോഡ്, ഇവിടെ എന്തൊക്കെയോ റോഡ്. യെസ്, ഇത്ര റിമോട്ടുകൾ. ബാബാ, ഇവിടെ കുഴിയുണ്ടേ, നോക്കി പറഞ്ഞേ. വെള്ളത്തിലോട്ടാ വീഴുന്നത്. അതാണ് കുഴിയുണ്ട്. കാർ ഓടിക്കുന്ന പോലെ ഇത് ഓടിക്കും, ബ്രേക്ക് ഇല്ല. വണ്ടിയുടെ മണ്ടേ ഫജറെ, നിന്റെ വണ്ടിയുടെ മണ്ടേ സെറ്റ് ചെയ്യാൻ സാധനം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. 2 കസേര ക്യാമ്പിങ്ങിന്റെ. അത് പൊളിക്കും. അവിടെ ബുക്കിങ്ങിനുള്ള സ്ഥലം. വണ്ടികളുടെ അടിപൊളിയായിട്ട് എടുക്കാനും പറ്റും. ഇത് കുക്ക് ചെയ്യണ്ടേ? ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുക്കിംഗ് ആണ്.
ഗ്യാസിന് വരെ സ്പ്രേ പെയിന്റ് ആണ് നിർത്തുന്നത്. ആ നമ്മുടെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. എന്ത് പരിപാടി? എന്ത് ചോപ്സ്റ്റിക് ഉണ്ടാക്കുക, നാടൻ ചോപ്സ്റ്റിക്. ഇതിനകത്ത് രണ്ട് അല്ല, ഇതിനകത്ത് ഈ സാധനം വെച്ച് മറിച്ചാൽ മതി. അത് ലാസ്റ്റ് ഇത് കഴിക്കാനുള്ള ചെറിയ ചെറിയ പാത്രം ആവശ്യമില്ല. ഇത് നമുക്ക് കോരി എടുക്കാനുള്ള വെള്ളം. ഇത് നമുക്ക് ബ്രോങ്ക് ഓഫ് ചെയ്തില്ലേ? ഒരാളവിടെ മാരക ക്രോളിങ് ചെയ്യും. ഒരു സ്പൂൺ ടയറിന്റെ ഇടയ്ക്കല്ലേ ഇത് കയറും. ഒരാളി പാത്രം കഴിക്കാൻ വെള്ളം ഒഴിക്കും. അതിങ്ങെടുത്ത് ആ പാത്രം കൂടെ ചെയ്യാനുള്ള പാത്രം. മാഗി എനിക്ക് അറ്റേറ്റം എത്ര ഇടാൻ പറ്റും? ഇല്ല ഇല്ല, നമ്മൾ ശ്രദ്ധിക്കാണ്ടാടാ വെച്ച്. സ്പോട്ട് പക്ക അല്ല. ഔട്ട്ഡോർ കുക്ക് ചെയ്യുമ്പോൾ നല്ല കാറ്റാണ്. അതിനിടെ ഒരു പ്ലാസ്റ്റിക് ഇരുമ്പിന്റെ ഒരു സാധനം ഉണ്ട്, അത് കവർ ചെയ്യാൻ പറ്റും. അത് വാങ്ങിച്ചാൽ മതി. നല്ല മണം. കേക്ക് ഇവിടെ ഉണ്ടാക്കുക. വണ്ടി കത്തിക്കല്ലേ ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യും. ഇനി ഗ്ലാസ് സ്പൂണിങ് എടുത്തോ, ഇരുമ്പിന്റെ അവിടെ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് മിക്സ് ചെയ്യും. ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിൽ കിട്ടുന്ന മാഗി ചേട്ടൻ്റെ അടി പിടിക്കണേ. എൻ്റെ സ്പൂൺ അങ്ങനെ ഉണ്ട്. ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്പൂൺ ഇങ്ങനെ വികസിച്ച് വരും. അപ്പോൾ നമ്മളിങ്ങനെ മാഗി എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കും. എന്താ ഫിറോസിക ചോപ്സ്റ്റിക്ക് അറിയില്ല. നീ കണ്ടിട്ടില്ല ഇത്ര നേരമായിട്ട്? അതല്ല വേറെ രണ്ടെണ്ണം എടുക്ക്. ഒരെണ്ണം വെച്ച് പറ്റൂല. ഇല്ല, വേറെ സ്പൂൺ ഉണ്ട് തായില്ല. അതെടുത്തു. ഇത് വേറൊരു ടെക്നിക്കായി. അതെല്ലാം കഴുകി വെച്ചേക്കുക. ആ സാധനം വായ്പ പോരുത്. അറ്റത്ത് പിടിയടാ, അവിടെ ഇവിടെ പിടി. ഇതുവഴി ഇങ്ങനെ കയറാൻ മുകളിലോട്ട് കയറാം. കുറേ നേരത്തെ ഒരു ക്രൗളിങ്ങും കുക്കിങ്ങും എല്ലാം അതിനുശേഷം നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര വൈബാണ് അവിടെ നിന്ന് കഴിക്കാൻ. ആ ഒരു ക്ലൈമറ്റ് ആണേലും ആ ഒരു കാറ്റാണേലും പിന്നെ ആ ഒരു പ്രകൃതി രമണീയം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫീൽ, ആ ഒരു പൊളി വൈബ് തന്നെയായിരുന്നു അവിടെ.
കയ്യിലിട്ടപ്പോ വണ്ടി പിടിച്ചു നിൽക്കുന്ന കറക്റ്റ് ആ ഡിഫ് വർക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഈ വണ്ടിക്ക് ഞാൻ പേരിട്ടു. ലെഫ്റ്റ് വിടേ. ആ പോ പൊക്കോ, വിഷയമില്ല, ഒരു വിഷയമില്ല, പൊക്കോളൂ. അതിന് വിഞ്ച് ഓപ്പൺ ആക്ക്. നിർത്തായി, വിഞ്ച് ഓപ്പൺ ആക്കണം. നീ റിവേഴ്സ് എടുത്ത് നിർത്ത്. നീ റിവേഴ്സ് അവിടെ നിർത്ത്. അത് റിവേഴ്സ് എടുത്ത് നിർത്ത്. അവിടെ നിർത്തി നീ. ഒന്നൂടെ ഓണാക്കി അവിടെ വരെ വരും എന്നാ പിടിച്ചു. നമ്മളെ ബ്രോങ്കോ പെട്ടുപോയിരിക്കുകയാണ്. വിഞ്ചിന്റെ സഹായത്തോടെ വലിച്ചു കയറ്റുക. അനർത്തി ആ അപ്പുറത്ത് പിടി, ആ സൈഡ് പിടിക്കണ്ട, അപ്പുറത്തിട്ട് മതി കറക്റ്റാ. വണ്ടി എനക്കണ്ട. ഇത് കുറച്ച് കൈ കൊടുത്താൽ മതി ബ്രോങ്കോ. ആ അങ്ങനെ അത് കയറിക്കോളാം. ഇഞ്ചൂരിട്ട് കളിയ ഇല്ലില്ല. നിക്കടാ. കുഴിയല്ല. ഇല്ലില്ല, അങ്ങനെ പറയാ. ഞാൻ ഇപ്പൊ ഇറക്കി നോക്കാം. ആ ചെടിക്കട എനിക്ക് അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കണം. ഇതിലൂടെ വെള്ളത്തിലോട്ട് ഇറക്കും. ഒരു ഫോട്ടോ ക്യാമറ ഇത് വഴി ഇങ്ങനെ പതുക്കെ ഇറങ്ങണം. ഞാനും കൂടെ നീങ്ങ് വാ, ഇവിടെ നിന്നിട്ട് നോക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ആകെ സുഖം കിട്ടും. ഇനി അവിടുന്ന് ട്രാക്ക് ഉണ്ട് ഇവിടെ. ഞാൻ താഴെ പോയി നോക്കി പറഞ്ഞേ. ഗ്യാപ്പ് കണ്ടോ? രണ്ട് ആ റൈറ്റ് പിടിച്ചോ, അങ്ങനെ വെരി ഗുഡ്. ഫോട്ടോ പിടി, ഇച്ചിരി കൈ കൊടുത്തു. ആ കയറിയോ, ആ അത്രേ ഉള്ളൂ. അങ്ങനെ ക്രൗളിങ് കഴിഞ്ഞ് വണ്ടിയുടെ കിട്ടുന്നുണ്ട്. കിട്ടി. നമ്മുടെ സാധനം മേലെ കിട്ടും, നമ്മൾ എടുക്കാം. അത് കുഴപ്പമില്ല. എന്നാലും വണ്ടിയിൽ കേട്ടി. അങ്ങനെ ഇന്നത്തെ നമ്മളെ ക്രൗളിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ലൊരു
സന്തോഷപരമായ ഒരു നിമിഷമാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ അടുത്ത ടെന്റ് എടുത്തോണ്ട് ഇവിടെ സ്റ്റേ ചെയ്യും. ഇന്ത്യൻ മാട്ടൺ. അങ്ങോട്ട് പോകാം. കൈ കാണിച്ചു. എടാ ഒറ്റയാന കേട്ടോ ഇത് സംഭവം. വേറെ ഒരുത്തനും ഇല്ല. തോന്നുന്നു വേറെ ആന ഉണ്ടെന്ന്. തിരിച്ചാലോ? വേണ്ട, തിരിക്കാൻ നമുക്ക് ഡീസലും ഇല്ല. കാട്ടുകൊമ്പൻ സ്പോട്ടഡ്. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിനും സാഹസത്തിനും ശേഷം നമ്മൾ അവിടുന്ന് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് വന്നു. വേറെ സീനൊന്നും ഇല്ലായിരുന്നു. അപ്പം അതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബായ്.